ഹായ് ദിസ് ഡി ടി എച്ച് ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഷോർട്ട് ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള UK OK. അരുൺ വൈഗയുടെ സംവിധാനം. ജോണി ആന്റണി, രഞ്ജിത്ത് സജീവ് ഇതിൽ അഭിനയിക്കുന്നു. രഞ്ജിത്ത് സജീവാണ് മുഖ്യവേഷത്തിൽ ടോണിയായിട്ട്. ഇതിൽ മെയിൻ തീം എന്ന് പറഞ്ഞാൽ വളരെ പ്രസക്തമാണ്. UK പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കുട്ടികൾ, വിദേശത്തേക്ക് പോകാൻ നോക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ. പ്രസക്തമെന്ന് പറയാൻ കാരണം കേരളത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് പിള്ളേർ രാജ്യം വിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജോലിക്ക് വേണ്ടിയിട്ടും ഉപരിപഠനത്തിന് വേണ്ടിയിട്ടും ഒക്കെ. എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. വളരെ പ്രസക്തമായ, വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ കഥ വല്ലാത്തൊരു രീതിയിലാണ് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ. കുറേ അനാവശ്യമായ കഥാപാത്രങ്ങൾ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായതേ ഇല്ല. രഞ്ജിത്ത് സജീവ്, ഗോളം, മൈക്ക്, ഖൽബിൽ എന്നിവയിൽ അഭിനയിച്ച ആളാണ്. ടാലൻറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. എല്ലാ റോൾസും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ, സിനിമകളിലുള്ള നോക്കുവാണെങ്കിൽ പുള്ളി ടാലൻ്റാണ്, സ്കിൽഡാണ്. സ്റ്റൺസ് ചെയ്യാനായാലും ഡാൻസ് ചെയ്യാനായാലും ഒക്കെ കഴിവുള്ള മനുഷ്യനാണ്. ഒരു പക്ഷേ മലയാളത്തിന് അപ്പുറത്തുള്ള തമിഴോ തെലുങ്കോ ഇൻഡസ്ട്രിയിലാണെങ്കിൽ കുറച്ചുകൂടെ ഷൈൻ ചെയ്യാൻ സാധ്യതയുള്ളൊരു ആളാണ് രഞ്ജിത്ത് സജീവൻ തോന്നിയിട്ടുണ്ട് എനിക്ക്. രഞ്ജിത്ത് സജീവിൻ്റെ പേരൻസായ ആനും സജീവുമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഗോളമിലെ പോലെ തന്നെ ഇതിലും അങ്ങനെയാണ്. രഞ്ജിത്ത് സജീവ് എൻ്റെ അച്ഛൻ ആയിട്ടാണ് ജോണി ആൻ്റണി അഭിനയിക്കുന്നത്. ടോണിയുടെ അച്ഛനായിട്ടാണ് ജോണി ആൻ്റണി അഭിനയിക്കുന്നത്. ജോണി ആൻ്റണി ഇടയ്ക്ക് ഇങ്ങനെ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിലെ പോലെയൊക്കെ, വിൽ സ്മിത്തിനെ പോലെയൊക്കെയുള്ള ഷോർട്സ് ഒക്കെ ഉണ്ട് ചില സമയത്ത്. മോൻ IELTS പാസ്സാവുമ്പോൾ ഒക്കെ. IELTS ആണ് ഈ സിനിമയുടെ മെയിൻ പ്രശ്നം. IELTS പാസ്സായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, എല്ലാ കടമകളും കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. IELTS പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം രക്ഷപ്പെട്ടു, പിന്നെ എല്ലാം ക്ലിയർ ആണ് എന്നുള്ള രീതിയിലാണ് കഥ പോകുന്നത്. അങ്ങനെ പക്ഷേ ഈ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ടോണി, അതായത് ഇവിടെ നിൽക്കണോ വെളിയിൽ പോകണോ, രാജ്യം വിടാൻ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ടോണി. ആ ഒരു പ്രതിസന്ധിയാണ് ഈ സിനിമയിലൂടെയെല്ലാം കാണിക്കുന്നത്. പക്ഷെ എക്സിക്യൂഷൻ ഭയങ്കര മോശമായിട്ട് തോന്നി. ഭയങ്കര ഒരു ഐഡിയലിസ്റ്റിക് എക്സ്ട്രാവഗൻസി ആയിട്ട് തോന്നി. അതായത് ടു മച്ച് ഫസ് അബൌട്ട് നത്തിങ് എന്നൊക്കെ പറയുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഓണസ്റ്റ് ആയിട്ടുള്ള എഫേർട്ടായിട്ട് തോന്നി അരുൺ വൈഗയുടെ. അതുകൊണ്ട് മാത്രം 2 stars out of 5 for UK OK. Thanks for watching. Bye.